നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ വളരെ യാദൃശികമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മുഖം മനസ്സിൽ നല്ല പോലെ വിചാരിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ പേര് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് വേണം ഈ ഒരു വായന കാണുവാൻ. തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മനസ്സോടു കൂടി ഇരിക്കരുത്. സമാധാനത്തോടു കൂടിയും സകല വിശ്വാസങ്ങളും യൂണിവേഴ്സിൽ അർപ്പിച്ചുകൊണ്ട് ഈ വായന കാണുക. ഈ വ്യക്തി ശരിക്കും ഒരു നല്ല രീതിയിൽ ഈ വ്യക്തിയുടെ വികാരങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി മനസ്സ് കീറി മുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പ്രണയബന്ധമായിക്കോട്ടെ, ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം സ്റ്റക്കാണ്. അതായത് തടസ്സപ്പെട്ട് കിടക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നിട്ടുള്ള ചില ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ, അവരുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു തേർഡ് പാർട്ടി അവസ്ഥ തന്നെയാണ്. ആ ഒരു തേർഡ് പാർട്ടി ആദ്യം ഒരു സാധാരണ രീതിയിലുള്ള ഒരു അതിഥിയായി നിങ്ങൾക്കിടയിൽ വന്നെങ്കിൽ പോലും പിന്നീട് എപ്പോഴൊക്കെയോ ആ ഒരു അതിഥി നിങ്ങളുടെ സ്ഥാനം കൈപ്പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കുന്ന ഒരു സാഹചര്യവും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ വ്യക്തി എതിർക്കാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെയോ തേർഡ് പാർട്ടിയുടെ കൂടെ മതിമറന്നു പോയിട്ടുണ്ടാകണം. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് സമാധാനമില്ല. കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെച്ചപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ സമാധാനം പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിർത്താം. കാരണം നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിലായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ വളരെയധികം അഡ്ജസ്റ്റബിൾ ആയിരുന്നു. നിങ്ങൾ ഈ വ്യക്തിയുമായി പലതരത്തിലും ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത്രയും സംതൃപ്തി വരുന്ന രീതിയിൽ നിങ്ങൾ മാറാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു. പക്ഷേ ഈ വ്യക്തി എങ്ങനെയൊക്കെ വന്നാൽ പോലും കുറച്ച് കഴിയുമ്പോൾ മനസ്സ് മാറി വേറെ വ്യക്തിയിലേക്ക് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം അത്രത്തോളം പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിലായിരിക്കാം ഈ പേഴ്സണെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. കാരണം ദൈവതുല്യമായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, കാമുകനായിരിക്കാം, ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തിയായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഫ്ലേർട്ട് ചെയ്യാനോ ചീറ്റ് ചെയ്യാനോ നിങ്ങൾ നിന്നിട്ടില്ല. പക്ഷേ ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും അകലേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്.
ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി മറ്റാരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അവരുടെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചത്. അപ്പോൾ എവിടേക്കോ നിങ്ങളുമായിട്ടുള്ള ടച്ച് വിട്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കുറവ് വന്നപ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലേക്ക് പോയപ്പോഴോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നപ്പോൾ ഈ വ്യക്തി വേറെ വഴിയിലേക്ക് സഞ്ചരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സ്വയം മതിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. സ്വയം മതിയായിരിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റു പലവർക്കും വേണ്ടി 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റു പലവരുടെയും ആഗ്രഹങ്ങൾക്ക് വേണ്ടി, മറ്റു പലവരുടെയും വാശിയുടെ മുന്നിൽ ഈ വ്യക്തി സ്വയം കീഴടങ്ങി, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും ഈ വ്യക്തി മതിമറന്നു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സ്നേഹം, അല്ലെങ്കിൽ എന്താണ് പ്രണയം, എന്താണ് ആത്മാർത്ഥ സ്നേഹം, മാനസികപരമായിട്ടുള്ള കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി സ്വയം നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം. അത് ഫോണിൽ കൂടെ ആണെങ്കിലും മറ്റു പല വഴികളിലൂടെയും ഈ വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ നിങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്നായി കരയാൻ, ഒന്ന് പൊട്ടിക്കരയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഭാരം ഈ വ്യക്തിയുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലൂടെ ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള വ്യക്തികൾ വളരെയധികം സന്തോഷകരമായിട്ടും, ചിലപ്പോൾ ഈ വ്യക്തി വളരെയധികം ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ചുറ്റിനും പലതരത്തിലുള്ള എനർജീസിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു 100,000 ആളുകളുടെ നടുവിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പാനപാത്രം, നിങ്ങളോടുള്ള ആ ഒരു കരുതൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചിരിക്കുന്നു, ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുത്തിപ്പിക്കാൻ വേണ്ടി, അതായത് ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ഇഷ്ടമാകണം എന്നുള്ള രീതി വരുവാൻ വേണ്ടിയിട്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അല്ലെങ്കിൽ ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കാനും, ഈ വ്യക്തിയായിട്ട് നല്ലൊരു, ചിലപ്പോൾ ഈ വ്യക്തിക്ക് മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം, മദ്യപിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ എന്നല്ല, അതൊന്നും നോക്കാതെ നിങ്ങൾ ജീവന് തുല്യം ഈ വ്യക്തിയെ കണ്ണടച്ച് സ്നേഹിച്ചു എന്നുള്ളത് തന്നെയാണ്. 100% നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരിക്കലും ഒരു പൊള്ളയായിട്ടുള്ള സ്നേഹമോ, അല്ലെങ്കിൽ കേവലം ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സമയം പോക്കിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവന്റെ പാതി തന്നെയായിരുന്നു. പക്ഷെ അത് ഈ വ്യക്തി ആ ഒരു സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ വ്യക്തിക്ക് ഒരു ജീവിതം വേണമെങ്കിൽ, ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും തന്നെ വേണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലൂടെയും ഈ വ്യക്തി കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷെ ഈ വ്യക്തിയെ അമിതമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം ഈ വ്യക്തിയുടെ കൂട്ടത്തിലുള്ള ആളുകൾ. ചിലപ്പോൾ ഈ വ്യക്തിയുടെ പാരൻസ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാ സങ്കടങ്ങളും തുറന്നു പറഞ്ഞ് ഒരു മാപ്പപേക്ഷ, അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സാന്നിധ്യത്തിലോ മറ്റു വ്യക്തികളുടെ സഹായത്തോടു കൂടിയോ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്
എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ മനോവിഷമം അല്ലെങ്കിൽ മാനസികാവസ്ഥ നിങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരിക്കലും ഒരു വ്യക്തി നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അത് എല്ലാം ചീറ്റിംഗ് തന്നെ ആയിരിക്കണം എന്നില്ല. അതിന് ഓരോ പല പല കാരണങ്ങളും പല പല അവസ്ഥകളും ഉണ്ടാകും. അപ്പോൾ അതിനെയും കൂടെ റിലേറ്റ് ചെയ്തിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്തായാലും നിങ്ങളായിട്ട് സെപ്പറേഷൻ ആയി പോയതിലും മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ആ സ്നേഹം, സാന്നിധ്യം, നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു ഡെഡിക്കേഷൻ, ഇതെല്ലാം ഈ വ്യക്തി ഓരോന്നായി ഓർക്കുന്നുണ്ട്, ഓരോന്നായി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തികച്ചും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിജയം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നല്ലൊരു കാര്യമാണ്, നല്ലൊരു കോംപ്ലിമെന്റ് ആണ്. കാരണം നിങ്ങൾ അത്രത്തോളം ജെനുവിനായിട്ട് നിന്നത് കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നത്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.